ലോക്സഭാ സീറ്റുകളുടെ എണ്ണം 543 നിന്ന് 850 വർദ്ധിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ ഭരണഘടനാ ഭേദഗതി ബില്ലിന്റെ പകർപ്പ് എംപിമാരുടെ പോർട്ടലിൽ അപ്ലോഡ് ചെയ്തു. സംസ്ഥാനങ്ങളിലെ സീറ്റുകൾ 815-ഉം കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ സീറ്റുകൾ 35-ആയും ഉയർത്താനാണ് ബിൽ ലക്ഷ്യമിടുന്നത്. അർജുൻ പീതാംബരൻ ഡൽഹിയിൽ ചെയ്യുന്നു. അർജുൻ, NDA സർക്കാർ അറിഞ്ഞിറങ്ങിയിരിക്കുകയാണ്. അതേസമയം വനിതാ സംവരണത്തെ അനുകൂലിക്കുമ്പോഴും ലക്ഷ്യം അതായത് കോൺസ്റ്റിറ്റ്യൂഷണൽ റിയലൈൻമെന്റ് എന്നൊക്കെ ആരോപണം ഇതിനടക്കം തന്നെ ഉയർത്തി കഴിഞ്ഞിരിക്കുന്നു. അസിത, സുഹൈൽ, വളരെ സുപ്രധാനപ്പെട്ട ഒരു നീക്കത്തിലേക്കാണ് കേന്ദ്ര സർക്കാർ പോകുന്നത്. ഏപ്രിൽ 16-ം തീയതി വനിതാ സംവരണം വീണ്ടും പാസ്സാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേക പാർലമെന്റ് സമ്മേളനം ചേരുന്നുണ്ട്. അതിന് മുന്നോടിയായിട്ടാണ് അതിലേക്ക് വരുന്ന ബില്ലുകൾ ഇപ്പോൾ എംപിമാർക്ക് അതിന്റെ പകർപ്പുകൾ നൽകിയിരിക്കുന്നത്. അതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള നീക്കം തന്നെയാണ് നേരത്തെ പ്രതീക്ഷിച്ചതുപോലെ തന്നെ വനിതാ സംവരണം നടപ്പിലാക്കുന്നതിന് മുൻപ് അത് മണ്ഡല പുനർനിർണയം നടത്തി അതിന്റെ അടിസ്ഥാനത്തിൽ നടത്തുകയായിരിക്കും ചെയ്യുക എന്നുള്ളത്. അതായത് 543 എന്ന് പറയുന്ന ലോക്സഭാ സീറ്റുകൾ 850 വർദ്ധിപ്പിക്കും. അതിൽ 750-ൽ 815-ഉം സംസ്ഥാനങ്ങളുടെ സീറ്റുകളായിരിക്കും. ബാക്കി 35 എന്ന് പറയുന്നതായിരിക്കും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ സീറ്റ്. പിന്നീട് ആ 850-ൽ നിന്നും 1/3 സംവരണമായിരിക്കും വനിതകൾക്കായി മാറ്റിവെക്കുക എന്നുള്ള കാര്യം തന്നെയാണ് ഈ ബില്ലുകളിൽ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല, ഒരു സമിതിയെ, ഒരു കമ്മീഷനെ കൂടി നിയമിക്കുമെന്നുള്ള കാര്യം ഈ പറയുന്ന ബില്ലുകളിൽ പറയുന്നു. ഈ കമ്മീഷനാണ് മണ്ഡല പുനർനിർണയം നടത്താൻ പോകുക. ആ കമ്മീഷന്റെ അധ്യക്ഷനാവുക ഒരു സുപ്രീം കോടതി ജഡ്ജി ആയിരിക്കും. അതുപോലെ തന്നെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ അല്ലെങ്കിൽ അദ്ദേഹം നിർദ്ദേശിക്കുന്ന ഒരു അംഗം കൂടി ഈ ഒരു കമ്മീഷന്റെ അംഗമായി ഉണ്ടാകും. അതുപോലെ തന്നെ സംസ്ഥാനങ്ങളുടെ മണ്ഡലങ്ങളിലെ പുനർനിർണയം നടത്തുന്ന സമയത്ത് ആ സംസ്ഥാനങ്ങളിലെ എല്ലാ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ കൂടി ഈ പറയുന്ന കമ്മീഷന്റെ അംഗമായിരിക്കും എന്നുള്ള കാര്യം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. പിന്നീടായിരിക്കും എന്നാണോ ഈ മണ്ഡല പുനർനിർണയം പൂർത്തിയാകുക അതിനുശേഷമായിരിക്കും 2029 വനിതാ സംവരണം കൂടി നടപ്പിലാക്കുക എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. നേരത്തെ ഈ വനിതാ സംവരണ ബില്ല് പാസ്സാക്കിയിരുന്നെങ്കിൽ പോലും അത് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്ന സെൻസസിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ 2034 ആവും ഈ പറയുന്ന ബില്ല് നിലവിൽ വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ വീണ്ടും അതിലൊരു ഭേദഗതി വരും. എന്തായാലും മണ്ഡല പുനർനിർണയം ആദ്യം പൂർത്തിയാക്കും, അതിനുശേഷമായിരിക്കും ഈ സംവരണവുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എന്നാണ് ഇപ്പോൾ അർജുൻ പീതാംബരൻ റിപ്പോർട്ട് ചെയ്യുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.